ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മരമുല്ല നല്ലപോലെ പൂത്തു കേട്ടോ. ഇതിനു മുമ്പും പൂക്കാറുണ്ട്. നമ്മൾ വളമൊക്കെ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുമ്പം നല്ല രീതിക്ക് പൂക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് കുടയായിട്ടാണ് പൂത്തിരിക്കുന്നത്. നോക്കിയേ കുടയായിട്ടാണ് പൂത്തിരിക്കുന്നത്. എല്ലാം ഒരുപാട് പൂക്കളാണ് ഓരോ ശിഖരങ്ങളിലും വന്നിരിക്കുന്നത് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. അതായത് ഇത് നമ്മളൊരു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇത് തറയിലാണെങ്കിൽ വൻ മരമായിട്ട് വരും. ചെടിച്ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ നമുക്ക് വളർത്താൻ പറ്റും. കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തോളമായി ഞാനിത് വാങ്ങിച്ചിട്ട്. എറണാകുളത്തു നിന്നാണ് വാങ്ങിച്ചത്. എന്തായാലും എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പൂ കൊഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് മണ്ണൊക്കെ ഇളക്കി വളമിട്ട് കൊടുത്താൽ സൂപ്പറായിട്ട് പിന്നെ പൂക്കൾ തരും. അതിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് മുട്ടിടും, അത് പൂ തരും. അതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് നല്ലൊരു കണിയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എന്താ പറയുക, എല്ലാവരെയും വീട്ടിൽ ഈ ഒരു മരമുല്ല നമ്മൾ വലുതാവുമെന്ന് പറഞ്ഞാൽ ഭയക്കൊന്നും വേണ്ട. അത് ചെറിയ ചെടിച്ചട്ടി, ചെറുതല്ല, ഏറ്റവും വലിയൊരു ചെടിച്ചട്ടിയിൽ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബുഷിയാവുള്ളൂ. പിന്നെ കട്ട് ചെയ്ത് നിർത്താൻ തോന്നുന്നു. ബുഷിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ തോന്നുന്നു. മരമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർച്ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. താങ്ക് യു സോ മച്ച്.